അമ്മടിക്കാട്ടോ അമ്മയുടെ മുത്ത് കഴിഞ്ഞേട്ടോ ആടാ ഒന്നാച്ചാ ഓ ഗുഡ് മോർണിംഗ് ഒരു ഉമ്മ തന്നെ ഒരു ഉമ്മ ചാടാ ചായ കൊടുക്കാം കേട്ടോ ചായ ചായ ഇത്ര സമയമായിട്ട് ഇപ്പോഴാണ് എനിക്ക് ഓഫീസിൽ പോകണമെന്ന് അറിയത്തില്ലേ? ഓ, നേരത്തെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞാ. രാവിലെ എനിക്ക് കുളിച്ചു കുറയ്ക്ക് കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കണ്ട, കൊച്ചിന് കുറുക്കൊക്കെ ഉണ്ടാക്കി വെക്കണം. അവിടെ ഇപ്പൊ എഴുന്നേറ്റു, എനിക്ക് കുറച്ചേരം ഉറങ്ങുന്ന എന്ന് കണ്ടില്ലേ എഴുന്നേറ്റ് കയ്യിലിരിക്കുന്നത്. എന്നാ പറഞ്ഞാലും എല്ലാത്തിനും എക്സ്ക്യൂസ് ഉണ്ട്. നിനക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ, ഈ കുടുംബത്തിലെ പണിയാണല്ലോ. എന്തോ മാത്രം ഇതിന് പണിയെന്ന് അറിയാന്നേ. വന്നേക്കുന്നു, എനിക്ക് ഓഫീസിൽ പോകണമെന്ന് അറിയത്തില്ല. വീട്ടുജോലി ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരു അങ്ങോട്ടൊരു പാത്രം പെറുക്കി വെച്ച് ഇങ്ങോട്ടൊരു പാത്രം പെറുക്കി വെച്ച് ചില കഞ്ഞിയും കറിയും ഉണ്ടാക്കുന്നതാണ് ഇതിന് മാത്രം. തിരക്ക് നിരത്തിരിക്കാൻ അവർക്ക് സമയമില്ല, ചുമ്മാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്തോ ഇപ്പൊ കൊണ്ടുവരാം, കുളിക്കാൻ കേറിയില്ലല്ലോ, അതുകൊണ്ടാ കൊണ്ടുവരാൻ ഞാൻ. മനുഷ്യ കാലത്ത് ലേറ്റും ആക്കി തോർത്തുകൊണ്ടിരാൻ നിനക്ക് അറിയത്തില്ലേ? കുളിക്കാൻ കേറിയില്ലല്ലോ, പിന്നെന്താ കുളിക്കാൻ എടുത്തിട്ട് തരാം. നീ എന്തിനാ തോർത്തോണ്ട് തന്നാ പോരെ? ഇപ്പൊ കൊണ്ടുവരാം. തോർത്തിന് പറയാൻ എത്ര മനുഷ്യ കാലത്ത് ലേറ്റും ആക്കിയത് തോർത്തുകൊണ്ടിരാൻ അറിയത്തില്ല അല്ലേ? കൊണ്ടുവരുന്നു. ഇതന്നെ ഈ ഷർട്ട്, എന്റെ റോഡ് ഷർട്ട് എന്ത്? ഷർട്ട് ഉണങ്ങിയില്ല. ഉണങ്ങിയില്ലേ? അതിന് ഉണങ്ങാത്ത വാഷിംഗ് മെഷീൻ കേടല്ലേ, എത്ര നാളായി ഞാൻ ഒന്ന് ശരിയാക്കി തരാൻ പറയുന്നു. അയ്യോ, വാഷിംഗ് മെഷീൻ കൂടെ ഉണ്ടാക്കി തരാൻ തന്നെ കുഴപ്പമുള്ളൂ. നിനക്ക് ഇവിടെ എന്താ പണി വേറെ? കൊച്ചിനും കാര്യങ്ങളും നോക്കിയിട്ട് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നില്ല. കൊച്ചാണെങ്കിൽ എപ്പോഴും തൊട്ടിക്കൊണ്ട് കിടത്തും, ആ സമയത്താണ് അപ്പ തന്നെ എണീക്കുക. തുണി എടുക്കുന്നത് എത്ര സമയം എടുക്കും അറിയാമോ? സമയെടുക്കുന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഇനി ആ വാഷിംഗ് മെഷീൻ ഉള്ള പിത്തോടെ ചുമ്മാ ഇരിക്കുമല്ലേ, ഉള്ള പിത്തോടെ കയറാനായിട്ട്. ഇവിടെ നിനക്ക് വേറെ എന്താ പണി? വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ലാതെ നിന്നെ എന്റെ തലയിലേക്ക് കെട്ടിയും വെച്ചു. എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കണ്ടേ? അത്രയും കറണ്ട് ബില്ലിലെങ്കിലും ലാഭം ഉണ്ടാവട്ടെ. കൈ കൊണ്ട് അടക്കിയാൽ മതി. നിങ്ങൾ ഉണ്ടാകണം. ഉണങ്ങിയില്ല പോലും, അങ്ങാത്തന്റെ തുണി ഇവിടത്തെ മല മറിക്കല്ലേ. ചോറേ എന്നെ താമസം മൊത്തത്തിൽ മനുഷ്യനെ ജയിച്ചാൽ ഇവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് വന്നായിരുന്നു. എത്ര സമയം ഇവിടെ പിടിച്ച് വലിക്കുകയാണ് എന്നോട്. പാക്ക് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായില്ല. ഞാൻ പാക്ക് ചെയ്യാൻ പറ്റുണ്ടായില്ല. എന്നാ കറി? ക്യാബേജ് തോരനും ചമ്മന്തി. ഇന്ന് ഇത് തന്നെയാണല്ലോ. കൂട്ടുകാരുടെ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ ഞാൻ നാളെ കിടുവാ. നിനക്കിവിടെ എന്നാ പണി? ചെയ്യാൻ പറ്റുന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ ചെയ്യാൻ പറ്റും. നിനക്ക് മല പറിക്കുവാണല്ലോ. നീ മല പറിക്കുവോ? മല ഇപ്പൊ മനുഷ്യ നാളെ എടുത്താനായിട്ട്. മോനെ
നോക്കാം. എന്നാ ചായ മനുഷ്യൻ നാണം കെടുത്തി കൂട്ടുകാരുടെ മുമ്പില്. അമ്മാരെ കളിയാക്കലോ എന്ന് ഈ കാബേജ് ഉള്ളതെന്ന് ചോദിച്ചോണ്ട്. അവരുടെ വീട്ടിലുള്ള വേലക്കാരും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. അവരുണ്ടാക്കി കൂടെ ഇന്നലെ പല കൂട്ടം കറികളും ഉണ്ടാക്കുന്നത് നമുക്ക് നിനക്കിവിടെ എന്നാ പണി? എനിക്കറിയാമല്ലോ ഈ ഒരു വീട്ടിൽ ഇത് മാത്രം ഈ ഒരു കൊച്ചിന്റെ കാര്യം നോക്കുന്നതാണ് ഇത് മാത്രം വലിയ പണി. അവള് ചെറുതല്ലേ, അപ്പൊ അവളുടെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ പറ്റുമോ? അവള് വഴക്കാ, എപ്പോഴും അതെ വഴക്കാ. എന്നാ വഴക്ക്? ഇവിടെ ഒരു കറി ഉണ്ടാക്കും എന്നും ഈ ക്യാബേജ് തോരനും ഈ ചോറും. ക്യാബേജ് തോരൻ തോറ്, കാബേജ് തോരൻ ചോറ്, വേറെ ഒന്നുമില്ല. അപ്പൊ വാങ്ങിക്കൊണ്ട് വരുന്ന സാധനം വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കറികൾ എന്തോ ഒരു പച്ചക്കറി വേറെ ഉണ്ട്. ഈ മീൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ആ മീനൊക്കെ എന്നിട്ട് വർത്താനം കുഴപ്പം. ശരി, ഞാൻ പണിക്ക് പോകാത്ത എല്ലാ ദിവസവും മീനും ഇറച്ചി. പണിക്ക് പോകാത്ത ദിവസത്തിനാണോ? പണിക്ക് പോകുമ്പോഴല്ലേ കൂട്ടുകാർ മുഴുവൻ കാണുന്നത്. സോറി ചായ. രണ്ടാഴ്ചത്തേക്കുള്ള എൻ്റെ ഓഫീസിൽ പോക്കും മുടക്കി. ഈ വീട്ടിലെ പണിയും ചെയ്ത് കൊച്ചിനെ നോക്കി ഞാൻ കഴിയണം. ഇത് കഷ്ടപ്പാടാന്ന് നോക്കിയാണ് മനുഷ്യ വരുന്നത്. ഓരോന്നിനും എടുത്ത് തലയിലേക്ക് വെച്ചാണുള്ള ബുദ്ധിമുട്ടുകൾ. എന്നിട്ട് കാര്യമില്ല. അടങ്ങിയിരി കൊച്ചേ. എൻ്റെ ദൈവമായി വരയ്ക്കാൻ കിടക്കണ കിടപ്പ് നോക്കിയ മൊത്തം വലിച്ചു വാരിയിട്ടേക്കുക. അവിടെയും കളിപ്പാട്ടം, ഇവിടെയും കളിപ്പാട്ടം. ഇതൊന്നും വേറെ പണിയില്ല കൊച്ചേ. ഈ കൊച്ചിനെയും പിടിച്ചോണ്ട് ഇവിടുന്ന് എങ്ങനെ എങ്ങനെ താഴെ കൊച്ച് എന്റെ ദൈവം നിരത്തുമിരിക്കില്ല. എന്തോരം പണി കിടക്കും. ഇത് അടിച്ചു മാറി കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെ പണിയാണ്. അടങ്ങിയിരി കൊച്ചേ. അടങ്ങിയിരിക്കില്ലല്ലോ. അടങ്ങിയിരിക്കും മുത്തേ. ഇല്ലെന്ന് അടങ്ങിയിരി. അപ്പൊ ഇത് ചെയ്യട്ടെ. ഈ കൊച്ചിനെ വിട്ടുണ്ട് അവൾ ഈ പണികളൊക്കെ എങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. അടങ്ങിയിരി കുഞ്ഞേ. അപ്പൊ അടങ്ങിയിരി കുഞ്ഞു. അത് പൊട്ടിപ്പോടി മുത്തേ. കുഞ്ഞേ ഇനി നിന്ന് കുഞ്ഞേ. അവൾ പറഞ്ഞപ്പോ വാഷിംഗ് മെഷീൻ റെഡിയാക്കിയാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് നീ എന്ത് സമാധാനമായിരുന്നു. എൻ്റെ കുഞ്ഞേ, നിന്റെ അമ്മേനെ സമ്മതിക്കണം. വെള്ളം കുഞ്ഞോടോ. അപ്പനെ ശല്യപ്പെടുത്തല്ലേ. അമ്മ വെള്ളം കുടിക്കണം. ശല്യപ്പെടുത്തല്ലേ. എല്ലാ പണിയും കൂടെ ആയില്ലേ? ആ സാരമില്ല. കൊച്ചേ
ചോറായില്ലേ? വരണോ? കുറച്ച് ലേറ്റ് ആയിപ്പോ. ഇവള് ഭയങ്കര കരച്ചിലായിരുന്നു. സോറി ട്ടോ. സാരല്ലേ? എന്നാ പറ്റി? ആ കുഴപ്പമില്ലാന്ന്. എന്നാ പറ്റി? ഇപ്പൊ ഒരു വർത്തമാനത്തിലൊക്കെ മാറ്റം. ഏയ് നീ ആ ഒരു 1-2 ആഴ്ച കിടന്നു പോയപ്പോഴാ നീ ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് അതിൻ്റെ ഒരു വില എനിക്ക് മനസ്സിലായി. ആ ചുമൂത്ത ഓമ്പിളി ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമെന്നാണ് ഞാനോടൊപ്പം പല ആണെന്നുള്ള വിചാരം. അതങ്ങനെ അല്ലെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഭാര്യമാർ നീ കിടന്ന പോലെ ഒഴിവാഴ്ച 1-2 ആഴ്ച കിടക്കണം. അപ്പോഴേ അതിൻ്റെ വില അവർക്ക് മനസ്സിലാവും. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്തവളാണ്, വിവരമില്ലാത്തവളാണ്, ഈ വീട്ടിലെ പണി മാത്രമല്ലേ ഉള്ളൂ, നിന്നെ എന്നതായിരുന്നു അവർ മനമറിക്കാതിരിക്കുന്നത്. ഇവർ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ നിന്നെ കളിയാക്കി. കാരണം ആ ചെയ്യുന്നതിൻ്റെ വിലയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഞാൻ അറിഞ്ഞത് ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ടാണ്. ഇനി ഞാൻ എൻ്റെ മോളെ വിഷമിപ്പിക്കില്ല കേട്ടോ. Bye. Bye. Ta-ta. Ta-da. Ta-da. അപ്പൊ പറഞ്ഞത് കേട്ട് മുന്നേ